വന്നിരിക്കുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിട്ടാണ് കേട്ടോ. ഞാനിത് എൻ്റെ ഫേസിൽ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ റോസ്മേരി ഫേസ് മിസ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതൊരു ഇതൊരു 3rd ബോട്ടിലാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് ഒന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇതല്ലെങ്കിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ 2 പ്രൊഡക്ട്സാണ്. ഇത് രണ്ടും ക്രിസ്റ്റൽ മൈക്രോ എസൻസ് ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു 3rd ബോട്ടിലാണ് കേട്ടോ. ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. നമ്മളുടെ ഫേസിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്ര നല്ലൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു 3rd പർച്ചേസ് ആണ് ഇത്. ടോണറാണ് ഇത്. സ്മിറ്റണിയിൽ നിന്ന് ട്രയൽ പാക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഒരുപാട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി പ്രൈസ് വൈസ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിലാണെങ്കിലും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഡോട്ട് ആൻഡ് കീ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്മിറ്റൺ പർച്ചേസിൽ ഞാനൊരു ട്രയൽ പാക്ക് കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞു ബോട്ടിലാണ്. ഇത്രയേ ഉള്ളൂ. വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്. ന്യൂട്രിജീനിയയുടെ സൺസ്ക്രീനാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് SPF 50 ഒക്കെ ഉണ്ട്. ഇത് ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ഓക്കെ ആവാറുണ്ട്. ഇത് വേറൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്, പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്ഥിരമായിട്ട് ന്യൂട്രിജീന സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പ്രൈമർ അങ്ങനെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറില്ല. അത്യാവശ്യം ഹെവി മേക്കപ്പ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, പ്രൈമർ. അടുത്തൊരു പ്രൈമറാണ് കേട്ടോ, Z&Mൻ്റെ. ഞാനിപ്പോൾ കറൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്ട്സാണ് Z&Mൻ്റെ. അപ്പോൾ അതിൻ്റെ പ്രൈമറാണ്. അത് ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രൈമറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചാണ്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈ 2 പ്രൈമറാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് കേട്ടോ. കളക്ഷൻസിൽ ഏറ്റവും കൂടുതലുള്ളത് ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ലിപ് ബാം അത്യാവശ്യമുണ്ട്. ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിപ് ബാമിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. ഇത് ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു 2nd പർച്ചേസാണ്. ഫസ്റ്റ് പർച്ചേസിൽ 1+1 ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത്. അത് തീർന്നു. അതിന് ശേഷം ഇപ്പോൾ 2ാമത്തെ ബോട്ടിലാണ് ഇത്. ഇത് നൈറ്റ് ടൈമിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം തിക്കായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലിപ് ബാമാണ്. അടുത്തൊരു ലിപ് ബാമാണ് കേട്ടോ. ഇത് മെബിലൈൻ്റെ ലിപ് ബാമാണ്. ഇതിൻ്റെ ബോട്ടിൽ കണ്ടിട്ട് നോക്കണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഇതൊക്കെ പോണ ടൈപ്പാണ്. എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ല. 2026 വരെ ഉണ്ട്. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. മെബിലൈൻ്റെ ബേബി ലിപ്സ്. ഇതും ബേബി ലിപ്സ് തന്നെയാണ് മെബിലൈൻ്റെ. ഇത് നല്ലൊരു ഐറ്റം ഉണ്ടോ. ഇതൊക്കെ എൻ്റെ 2nd പർച്ചേസാണ്. ഇത് 2nd പർച്ചേസാണ്. ഇത് 3rd പർച്ചേസാണ്. മിക്കതും യൂസ് ചെയ്തിട്ടൊന്നും അല്ല കളയുന്നത്. നമ്മളുടെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ കളയുന്നതാണ്. ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു വൈറ്റ് കളറാണ് ഇത് വരുന്നത് കണ്ടോ. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആവട്ടെ. ഇത് ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്കൊന്നും അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് പോകുന്നതാണ്. അതിൻ്റെ ആ ഒരു ടിൻറ്റ് കുറേ നേരത്തേക്ക് ഉണ്ടാവും. ആ ഒരു മോയ്സ്ചറൈസർ എഫക്റ്റ് പോയാലും ആ ഒരു ടിൻറ്റ് കുറേ നേരത്തേക്ക് ഉണ്ടാവും. സെബാമിഡിൻ്റെ ലിപ് ബാം. ഇത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. SPF ഒക്കെ ഉള്ള ഒരു ലിപ് ബാമാണ്. അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റുഡിയോയുടെ ലിപ് ബാമാണ് കേട്ടോ. ഇത് അത്ര എക്സ്പെൻസ് ഒന്നുമില്ല. 49 ഇത് 49 റുപ്പീസ് എന്തേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ബട്ടറി സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഞാനങ്ങനെ ലിപ് ബാം കണ്ടപ്പോൾ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. ഇത്രയാണ് എൻ്റെ ബേസിക് സ്കിൻ കെയർ പ്രൊഡക്ട്സിന് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.